ഭൂമിയിലെ ഓരോ കുടുംബവും ഓരോ കോടതിയാണ്. അവിടെ ശിക്ഷ വിധിക്കുന്നത് മാതാപിതാക്കളാണ്. അത് നടപ്പിലാക്കുന്നത് മക്കളുടെ മേലും. മക്കൾ തെറ്റുകൾ തിരുത്തുവാനും ഇനി അത് ആവർത്തിക്കാതിരിക്കാനും അവരുടെ നന്മയ്ക്കും ഗുണീകരണത്തിനുമായിട്ടാണ് മാതാപിതാക്കൾ അവരെ ശിക്ഷിക്കുന്നത്. ഇതിനെ ബാലശിക്ഷ എന്നാണ് പറയുക. ശിക്ഷിച്ച് നന്നാക്കുക, നന്നാക്കാനായി ശിക്ഷിക്കുക എന്നീ അർത്ഥങ്ങളും ബാലശിക്ഷയ്ക്കുണ്ട്. നാം ഓരോരുത്തരും ദൈവമക്കൾ എന്ന നിലയ്ക്ക് നമ്മുടെ സ്വർഗീയ പിതാവും നമ്മെ നന്നാക്കാനായി ശിക്ഷിക്കാറുണ്ട്. തിരുവചനം പറയുന്നു, കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 32-ാമത്തെ വാക്യം, കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവമക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? സ്നേഹവാനായ ഒരു പിതാവ് തൻ്റെ മകനെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നു. ആ മകൻ പിതാവിൻ്റെ ആജ്ഞകൾ ലംഘിച്ച് അപകടത്തിലേക്ക് നീങ്ങുമ്പോൾ അവനെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ പിതാവ് അവനെ ശിക്ഷിക്കുന്നു. സ്വർഗീയ പിതാവ് അത് നമ്മോടും ചെയ്യുന്നു. വീണ്ടും ജനിച്ചതായ ഒരു ദൈവ പൈതൽ പാപത്തിലേക്ക് നയിക്കപ്പെടുകയോ പ്രലോഭനങ്ങളെ ചെറുക്കാൻ വിസമ്മതിക്കുകയോ ചെയ്യുമ്പോൾ അവനെ വിശുദ്ധിയിലേക്കും അച്ചടക്കത്തിലേക്കും തിരികെ നയിക്കാൻ നമ്മുടെ സ്വർഗീയ പിതാവ് അവൻ്റെ ജീവിതത്തിലേക്ക് ശിക്ഷണം കൊണ്ടുവരുന്നു. ഈ ശിക്ഷണം നമുക്ക് ഇഷ്ടപ്പെടുകയില്ലായിരിക്കാം. വേദനയുളവാക്കുന്നതും കാലതാമസം നേരിടുന്നതും വാതിലുകൾ അടയപ്പെടുന്നതുമായ ശിക്ഷണങ്ങളായിരിക്കാം ഒരുപക്ഷെ ദൈവം നമുക്ക് തരിക. എന്നാൽ ഇവിടെ നമുക്ക് ഉറപ്പോടെ വിശ്വസിക്കുവാൻ കഴിയുന്ന കാര്യം, അവിടുന്ന് ഒരിക്കലും ഒരു ശിക്ഷണവും ദുഃഖത്തിൽ അവസാനിക്കുവാനായി തരുന്നില്ല. പകരം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുമാറാക്കുന്നു. സ്വർഗീയ പിതാവ് നമുക്ക് തരുന്ന ബാലശിക്ഷയെ മനസ്സോടെ സ്വീകരിപ്പാനും നമ്മുടെ തെറ്റുകളെ തിരുത്തുവാനും നാം തയ്യാറാകുന്ന പക്ഷം അവിടുന്ന് നമ്മുടെ വേദനകളെ മാറ്റി ആശ്വാസം നൽകുകയും അടഞ്ഞ വാതിലുകൾക്ക് പകരമായി പുതിയ വാതിലുകൾ തുറക്കുകയും അവിടുന്നുണ്ടാക്കിയ മുറിവുകളെ കെട്ടി പൂർണ്ണ സൗഖ്യം നൽകുകയും ചെയ്യുന്നു. Have a blessed day.